പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കൊരു കഥയിലേക്ക് പോകാം. സഹായവും സ്നേഹവും എന്താണെന്ന് ഒരു വികൃതിക്കുട്ടൻ പഠിച്ച കഥ. ഇതൊരു പുരാതനമായ കാടാണ്. വൻമരങ്ങൾ ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു. സൂര്യരശ്മി പോലും താഴേക്കെത്താൻ മടിക്കുന്നത്ര ഇടതൂർന്ന പച്ചപ്പ്. ആ കാടിന്റെ എല്ലാ ഭാഗങ്ങളിലും തണലുണ്ട്, ജീവനുണ്ട്, മർമ്മര ശബ്ദങ്ങളുണ്ട്. ഈ മഹാവനത്തിന്റെ ഭരണാധികാരികളായിരുന്നു ആനക്കൂട്ടം. ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനും എന്നാൽ ഏറ്റവും ശബ്ദമുണ്ടാക്കുന്നവനുമായിരുന്നു തമ്പുരു എന്ന ആനക്കുട്ടൻ. തമ്പുരു ഒരു സാധാരണ ആനക്കുട്ടിയായിരുന്നില്ല. അവന്റെ കണ്ണുകളിൽ തീർച്ചയായും ഒരു വികൃതിയുടെ തിളക്കം എപ്പോഴും ദൃശ്യമായിരുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലും അവരുടെ സമാധാനം കെടുത്തുന്നതിലും അവൻ വലിയ ആനന്ദം കണ്ടെത്തി. അവന്റെ സ്വഭാവം കാരണം ആനക്കൂട്ടത്തിലെ മുതിർന്നവരും കുട്ടികളും ഒരുപോലെ അവനെ ഒഴിവാക്കി നടന്നു. അവന്റെ അമ്മയാനയായ മന്ദാകിനി കണ്ണീരോടെ അവനെ ഉപദേശിച്ചു മടുത്തു. മോനെ, നിന്റെ ശക്തി മറ്റുള്ളവരെ സഹായിക്കാനാണ് ഉപയോഗിക്കേണ്ടത്, ഉപദ്രവിക്കാനല്ല എന്നവരെപ്പോഴും പറയുമായിരുന്നു. എന്നാൽ തമ്പുരു അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് സൂര്യൻ കടുപ്പിച്ചു കത്തി നിൽക്കുന്ന സമയം. കാട് മുഴുവൻ ഒരു നിശബ്ദതയിൽ ആണ്ടിരുന്നു. മൃഗങ്ങളെല്ലാം തണലിൽ വിശ്രമിക്കുന്നു. ഈ ശാന്തത തമ്പുരുവിന് ഒട്ടും ഇഷ്ടമായില്ല. അവൻ എന്തെങ്കിലും പുതിയ വികൃതി കണ്ടെത്തണമെന്ന് തീരുമാനിച്ചു. അവന്റെ വലിയ പാദങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ഇലകൾ നിറഞ്ഞ കാട്ടുവഴിയിലൂടെ അവൻ മുന്നോട്ടു നീങ്ങി. യാത്രയ്ക്കിടയിൽ കാടിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം അവൻ കണ്ടു. ആ മരം ആഴത്തിൽ വേരുകളിറക്കി കാടിന്റെ ചരിത്രം മുഴുവൻ കണ്ടറിഞ്ഞതുപോലെ നിന്നു. ആൽമരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ചില്ലയിൽ ചെമ്പൻ കാക്ക കൂടുവച്ചിരിക്കുന്നത് തമ്പുരുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാക്കച്ചി ഭക്ഷണം തേടി പോയതിനാൽ കൂട് തികച്ചും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അതിനുള്ളിൽ തീരെ ചിറക് മുളയ്ക്കാത്ത ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള 3 കാക്കക്കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അവസരം, തമ്പുരു മനസ്സിൽ പറഞ്ഞു. ഈ വലിയ മരം കുലുക്കി ഞാൻ ഈ കൂട് താഴെയിടണം. അപ്പോൾ കാക്കച്ചി തിരിച്ചുവരുമ്പോഴുള്ള ബഹളം കാണാൻ നല്ല രസമായിരിക്കും. ഒരുതരം ദുഷ്ടചിന്തയോടെ അവൻ ആൽമരത്തിന്റെ അടുത്തേക്ക് നീങ്ങി. തമ്പുരു തുമ്പിക്കൈയൊരു ചുറ്റിക പോലെ ആക്കി. അവൻ അതിശക്തിയോടെ മുന്നറിയിപ്പില്ലാതെ ആൽമരത്തിന്റെ കട്ടിയുള്ള തടിയിൽ ഒരടി കൊടുത്തു. ഠും! ആ ശബ്ദം കാട്ടിലെ പക്ഷികളെപ്പോലും ഭയപ്പെടുത്തി. മരം ഒന്നുലഞ്ഞു. കൂട് ചെറുതായി ചരിഞ്ഞു. പേടിച്ചുപോയ കുഞ്ഞുങ്ങൾ ചെറുതായി കരഞ്ഞു തുടങ്ങി. തമ്പുരുവിനിത് കണ്ടപ്പോൾ ചിരിയടക്കാനായില്ല. അവന്റെ തുമ്പിക്കൈയുടെ ചലനം വർദ്ധിച്ചു. അവൻ വീണ്ടും വീണ്ടും മരം കുലുക്കിക്കൊണ്ടേയിരുന്നു. ആൽമരം ഉറച്ചുനിന്നെങ്കിലും കൂട്ടിൽ കിടന്ന പാവം കാക്കക്കുഞ്ഞുങ്ങൾക്ക് ഭൂമികുലുക്കം പോലെ അനുഭവപ്പെട്ടു. അവർ ഭയന്ന് ചുരുണ്ടുകൂടി. അവരുടെ അമ്മ അവരെ രക്ഷിക്കാൻ എത്താതിരുന്നാൽ എന്തു സംഭവിക്കുമെന്ന ഭയം ആ കുഞ്ഞുങ്ങളെ ആകെ തളർത്തിക്കളഞ്ഞു. ഈ സമയത്താണ് കാക്കച്ചി ഭക്ഷണം തേടിയ ശേഷം മരത്തിലേക്ക് തിരിച്ചുവരുന്നത്. തന്റെ വീട് ആടിയുലയുന്നതും തന്റെ മകന്റെ ഈ ക്രൂരമായ പ്രവൃത്തിയും അവൾ കണ്ടു. ഒരു നിമിഷം അവൾ ചിറകളിച്ചു നിന്നുപോയി. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ തമ്പുരുവിനോട് യാചിച്ചു. എന്നാൽ തമ്പുരുവായ യാചനകൾ കേൾക്കാത്ത മട്ടിൽ തന്റെ വികൃതി തുടരുകയായിരുന്നു. ഈ രംഗം അടുത്തുള്ള തേക്കുമരത്തിലിരുന്നിരുന്ന മിട്ടു എന്ന കുരങ്ങൻ സാവധാനം നിരീക്ഷിച്ചു. ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം. ഇവനെ പേടിപ്പെടുത്തിയാൽ കാര്യമില്ല. ബുദ്ധികൊണ്ടും മാത്രമേ ഇവനെ തിരുത്താനാവൂ, മിട്ടു ചിന്തിച്ചു. മിട്ടു ഒരു കളിച്ചിരിയോടെ താഴേക്ക് ചാടി. അവന്റെ മനസ്സിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. തമ്പുരുവിന്റെ ശ്രദ്ധ കാക്കക്കുഞ്ഞുങ്ങളിൽ നിന്നും മാറ്റുന്നതിനായി മിട്ടു ആനയുടെ കാലിനടിയിലെ മണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മിട്ടു കുനിഞ്ഞു. അവന്റെ കൈവിരലുകൾ മണ്ണിലാഴ്ത്തി. ഒരു നുണ്ടു മണ്ണെടുത്ത് അവൻ നാവിൽ വെച്ചു. എന്നിട്ട് കണ്ണടച്ച് അതിമധുരം ആസ്വദിക്കുന്നതുപോലെ അഭിനയിച്ചു. അവന്റെ മുഖത്ത് സന്തോഷത്തിന്റെ ഒരു ഭാവം നിറഞ്ഞു. ആഹാ, എന്തൊരു രുചി! അവിശ്വസനീയം! ഈ ലോകത്ത് ഈ മധുരത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നവൻ തമ്പുരു കേൾക്കാൻ പാകത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു. ഞാനെന്റെ ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള മണ്ണ് കഴിച്ചിട്ടില്ല. ഇതാണ് കാടിന്റെ രഹസ്യം. തമ്പുരു, എനിക്ക് കുറച്ചുകൂടി വേണം. കുരങ്ങന്റെ ഈ ആഹ്ലാദം കണ്ടപ്പോൾ മരം കുലുക്കിക്കൊണ്ടിരുന്ന തമ്പുരുവിന്റെ തുമ്പിക്ക് നിശ്ചലമായി. അവന്റെ വലിയ ചെവികൾ പുൻപോട്ട് നിവർന്നു. മധുരമെന്ന വാക്ക് അവനെ വല്ലാതെ ആകർഷിച്ചു. അവന്റെ വികൃതിക്ക് താൽക്കാലികമായി ഒരു ബ്രേക്ക് വന്നു. മണ്ണോ? ഇതിനെന്താണ് ഇത്ര രുചി? ഇവനെന്നെ പറ്റിക്കുകയാണോ? തമ്പുരു സംശയിച്ചു. നീ കഴിച്ചുനോക്ക്, എന്നിട്ട് പറയ്. ഇതാണ് കാട്ടിലെ ഏറ്റവും രുചിയുള്ള മണ്ണ്.
കുരങ്ങൻ ചിരിച്ചുകൊണ്ട് അവനെ പ്രേരിപ്പിച്ചു. തമ്പുരുവിന് സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. മാത്രമല്ല കുരങ്ങന്റെ അഭിനയം വളരെ വിശ്വസനീയവുമായിരുന്നു. സംശയവും ആകാംക്ഷയും നിറഞ്ഞ മനസ്സോടെ തമ്പുരു തുമ്പിക്കൈ നീട്ടി. അവൻ മിട്ടുകാണിച്ച മൺകൂണയിൽ നിന്ന് ചെറുതായി ഒരൽപ്പം മണ്ണെടുത്ത് വായിൽ വെച്ചു. അവനത് ചവയ്ക്കാൻ തുടങ്ങി. ചവർപ്പം ചളിയും കലർന്ന ആ രുചി തമ്പുരുവിനെ ഞെട്ടിച്ചു. ചേച്ചേ, ഇത് ചെളിയല്ലേ കുരങ്ങ? ഇതിനൊരു രുചിയുമില്ലേ? നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? തമ്പുരുവിന് അപമാനവും ദേഷ്യവും ഒരുമിച്ചു വന്നു. അവൻ വേഗം തുമ്പിക്കൈ വെള്ളത്തിൽ കഴുകി. അവന്റെ വലിയ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. മിട്ടു തമ്പുരുവിനെ അടുത്തു ചെന്നു. അവന്റെ ശബ്ദമിപ്പോൾ സ്നേഹവും സൗമ്യതയും നിറഞ്ഞതായിരുന്നു. അതേ തമ്പുരു, ഞാൻ നിന്നെ പറ്റിച്ചു. നിനക്ക് വായിൽ വയ്ക്കാൻ പറ്റാത്ത ഈ ചെളി പോലും നിനക്ക് അസുഖകരമായി തോന്നിയില്ലേ? അപ്പോൾ നീ വെറുമൊരു വിനോദത്തിനു വേണ്ടി പാവം കാക്കക്കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും? അവർക്ക് അവരുടെ വീട് എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ കാണാതിരുന്നാൽ എത്ര സങ്കടമുണ്ടാകും? നീ ഇപ്പോൾ അനുഭവിച്ച ഈ ചെറിയ വിഷമം അവരുടെ വലിയ വേദനയുടെ ഒരു അംശം മാത്രമാണ്. മിട്ടുവിന്റെ ഈ വാക്കുകൾ തമ്പുരുവിന്റെ അഹങ്കാരം മുഴുവൻ ഇല്ലാതാക്കി. അവന്റെ വലിയ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അവന്റെ മനസ്സവനോട് വിളിച്ചു പറഞ്ഞു. അവന്റെ ഹൃദയത്തിലൊരു കുറ്റബോധം നിറഞ്ഞു. അവൻ തല കുനിഞ്ഞു നിന്നു. എന്നോട് ക്ഷമിക്കണം മിട്ടു. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. എന്റെ വികൃതിക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. തമ്പുരു പശ്ചാത്താപത്തോടെ കാക്കച്ചിയുടെ അടുത്തുപോയി ക്ഷമ ചോദിച്ചു. തന്റെ തുമ്പിക്കൈ ഉയർത്തി ആൽമരത്തിന്റെ ചില്ലകൾ മെല്ലെ താങ്ങി നിർത്തി കാക്കക്കൂടിന് ഉറപ്പു നൽകി. കാക്കച്ചിക്ക് സന്തോഷമായി. അവൾ തമ്പുരുവിനെ അനുഗ്രഹിച്ചു. അന്നുമുതൽ തമ്പുരു ഒരു പുതിയ ആനക്കുട്ടിയായി ജീവിച്ചു. അവൻ വികൃതികൾ കാണിക്കുന്നത് പൂർണ്ണമായും നിർത്തി. കാട്ടിലെ ഏറ്റവും ദയയും സ്നേഹവുമുള്ളവനായി അവൻ മാറി. ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ തമ്പുരുവിന്റെ തുമ്പിക്കൈ ആദ്യമെത്തും. കാട്ടിലെ എല്ലാ ജീവികൾക്കും അവനെ വലിയ ഇഷ്ടമായി. അവന്റെ പുതിയ പേര് നന്മയുള്ള തമ്പുരു എന്നായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെയും ദയോടെയും ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. ഒരു ചെറിയ വികൃതി പോലും മറ്റൊരാൾക്ക് വലിയ വിഷമമുണ്ടാക്കാമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കും നന്മയുള്ള തമ്പുരുവാകാൻ ശ്രമിക്കാമല്ലോ കൂട്ടുകാരെ.